അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ മഹ്ശറയിൽ വിചാരണ ചെയ്യുന്ന ഘട്ടത്തെക്കുറിച്ചൊരു ചരിത്രം പറയുന്നുണ്ട് കിതാബുകളിലൊക്കെ. മനുഷ്യന്മാർക്കൊക്കെ ഹിസാബുകളാണ്, പക്ഷെ മൃഗങ്ങൾക്ക് ഹിസാബില്ലല്ലോ. അവരോട് കൂനി തുറാബങ്ങൾ മണ്ണയക്കോ എന്ന് പറയുക എന്നതാണ്. ഒരു കൊമ്പുള്ള മറ്റൊരു കൊമ്പുള്ള മൃഗത്തിനെ കൊണ്ട് കുത്തിച്ച് അങ്ങനെ പ്രതികാരമായിട്ട് അവരെ മണ്ണോട് ചേർക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു ചരിത്രം കാണുന്നുണ്ട്. ഏറ്റവും നിസ്സാര ജീവിയായ കഴുത, ഈ കഴുതയെ കുറിച്ചിടത്തോളം ഖുർആൻ തന്നെ പറയുന്നുണ്ട് വളരെ മോശമായ ശബ്ദമാണെന്നൊക്കെ അല്ലേ. ആ കഴുത പറയും അൽഹംദുലില്ലാഹില്ലദീ ഖലഖനി ഹിമാറ വലം യഖ്ലുഖ്നി കൽബ. പടച്ചവനെ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു, അൽഹംദുലില്ലാ, എന്നെ നീ ഒരു കഴുതയായിട്ടെങ്കിലും സൃഷ്ടിച്ചല്ലോ. എന്നെക്കാൾ നിസ്സാര ജീവിയായ തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട മുത്തനജ്ജിസായ നായയുടെ കൂട്ടത്തിൽ പെടുത്തിയില്ലല്ലോ റബ്ബേ എന്ന് പറയുമെന്നാണ്. അപ്പോ നായ പറയും അൽഹംദുലില്ലാഹില്ലദീ ഖലഖനി കൽബ വലം യഖ്ലുഖ്നി ഖിൻസീറ. കഴുതയേക്കാളൊക്കെ നിസ്സാര ജീവിയായ നായയായിട്ടെങ്കിലും സൃഷ്ടിച്ചല്ലോ, എന്നെക്കാൾ നിസ്സാര ജീവിയായ പന്നിയുടെ പിഗ് പന്നിയുടെ കൂട്ടത്തിൽ പെടുത്തിയില്ലല്ലോ എന്ന് പറയുമെന്ന്. അപ്പോ പന്നി പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ ഖലഖനി ഖിൻസീറ വലം യഖ്ലുഖ്നി താരിക്കസ്സലാത്ത്. എന്നെ നീ കഴുതയേക്കാളും നായയേക്കാളും ഒക്കെ നിസ്സാര ജീവിയായ പന്നിയായിട്ടെങ്കിലും സൃഷ്ടിച്ചല്ലോ, എന്നെക്കാൾ നിസ്സാര ജീവിയായ മനുഷ്യവിഭാഗത്തിലെ നിസ്കരിക്കാത്ത ജനങ്ങളെ കൂട്ടത്തിൽ പെടുത്തിയില്ലല്ലോ എന്ന് പറയുമെന്ന് ചരിത്രത്തിൽ കാണാം. വലിയ അത്ഭുതമുള്ള വിഷയമാണത്. ഒരു മനുഷ്യനെ കുറിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളതിനൊക്കെ ഒഴിവുകളുണ്ട്. റമദാനിൽ നോമ്പ് നോൽക്കാൻ ഒരാൾക്ക് കഴിയില്ലെങ്കിൽ മുദ്ദ് കൊടുക്കുക, പിന്നീട് നോമ്പ് നോറ്റ് വീട്ടുക. സക്കാത്ത് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായും ശാരീരികമായും കഴിവുണ്ടെങ്കിൽ ചെയ്താൽ മതി. നിസ്കാരം മാതാമഅക്കലുഹു സാബിത്ത, ബുദ്ധി നിലനിൽക്കും കാലത്തോളം നിൽക്കാൻ കഴിയാത്തവൻ ഇരിക്കണം, ഇരിക്കാൻ കഴിയാത്തവൻ കിടക്കണം. ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കാത്തവർ ഈ സമൂഹത്തിനൊന്നിനും പറ്റൂല എന്നാണ്. അത് വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യമാണ്. 5 വഖത്ത് നിസ്കാരത്തെക്കുറിച്ചിടത്തോളം റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങളെ കയ്യിലുള്ള ഒരു ടവല്, ഒരു ഡ്രസ്സ് 5 പ്രാവശ്യം ഇങ്ങനെ അലക്കുകയാണെങ്കിൽ അതിൽ വല്ല അഴുക്കുണ്ടാവുമോ? ഒരു ദിവസം 5 പ്രാവശ്യം അലക്കുന്ന ഒരു ടവലിൽ വല്ല അഴുക്കുണ്ടാവുമോ? സഹാബത്ത് പറഞ്ഞു ഇല്ല. എന്നാൽ ഇതുപോലെയാണ് 5 വഖത്ത് നിസ്കാരം. മനുഷ്യ ജീവിതത്തിൽ 5 നേരം അപാരമായൊരു പ്രോഗ്രാമാണ് നിസ്കാരം എന്നത്. ഹെൽത്ത് ഇഷ്യൂ, ഹെൽത്ത് ഡെവലപ്മെൻറ്റ്, മൈൻഡ് ഡെവലപ്മെൻറ്റ്. കുറച്ച് നേരം 5 മിനിറ്റ്, ഒരു ദിവസം 5 മിനിറ്റ് നേരം എല്ലാം വിട്ടുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദയാനിധിയായ റബ്ബിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്ന അത്യത്ഭുതമായൊരു പ്രത്യേകത ഉണ്ട് നിസ്കാരത്തിന്. 5 വഖത്ത് നിസ്കരിക്കുന്നവനെ കുറിച്ചിടത്തോളം, അത് കാര്യഗൗരവമായി കൊണ്ട് നടക്കുന്ന ഒരുത്തനെ കുറിച്ചിടത്തോളം അവൻ രക്ഷപ്പെട്ടവനാണ്. 5 വഖത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് അള്ളാഹു ചോദിക്കുക. അത് കൃത്യമായി നിർവഹിച്ചവനാണെങ്കിൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചു, രക്ഷപ്പെട്ടു. അതില്ലാത്തവനാണെങ്കിൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ്റെ കാര്യം കട്ട
കട്ടപ്പുകയാണ് എന്നാണ് വിശുദ്ധ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ സ്വലാത്തി. സ്വലാത്തു അവൻ്റെ നിസ്കാരത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് ചോദിക്കുക. ആ നിസ്കാരത്തിൻ്റെ വാർഷികമായതുകൊണ്ട് ഒന്നുകൂടി നമ്മൾക്കൊക്കെ ഒന്നുകൂടി പ്രതിജ്ഞ എടുക്കുക, നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.